രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നോട്ടീസ് സമർപ്പിക്കപ്പെട്ട വാർത്ത നിങ്ങൾ ഏവരും അറിഞ്ഞു കാണും. ഇന്നത്തെ വീഡിയോയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഭരണഘടനാ നിയമവ്യവസ്ഥകളുടെ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരിക്കും നമ്മൾ നടത്തുക. എല്ലാവർക്കും സൈലം IASലേക്ക് സ്വാഗതം. ഡിസ്കഷനിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മളുടെ രാജ്യത്തെ രണ്ട് പ്രധാനപ്പെട്ട പത്രങ്ങളിൽ വന്നിട്ടുള്ള രണ്ട് ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ ഹെഡ്ലൈൻസിൽ നിന്ന് ഒരു തെറ്റ് തിരുത്തി പഠിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഇത് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഒന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ ഹെഡ്ലൈനാണ്, ഒരു ന്യൂസ് ഹെഡ്ലൈനാണ്. മറ്റൊന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഒരു ന്യൂസ് ഹെഡ്ലൈനാണ്. ഈ രണ്ട് വാർത്തകളും, ഈ രണ്ട് റിപ്പോർട്ടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട്സാണ്. പക്ഷേ ഈ രണ്ട് റിപ്പോർട്ടുകളിലും മെൻഷൻ ചെയ്തിരിക്കുന്ന വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇറ്റ് ഈസ് ഇംപീച്ച്മെൻറ്റ്. ഇംപീച്ച്മെൻറ്റ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാം? ഇംപീച്ച്മെൻറ്റ് എന്ന് കാണാം അല്ലേ? ഇംപീച്ച്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ഇംപീച്ച്മെൻറ്റ് എന്ന വാക്ക്, ഇന്ത്യയിൽ ഇംപീച്ച്മെൻറ്റ് എന്ന വാക്ക് ഒരേ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ അധികാരം വഹിക്കുന്ന വ്യക്തിയെ നീക്കം ചെയ്യുമ്പോൾ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. ദാറ്റ് ഇസ് ഇൻ കേസ് ഓഫ് ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. മറ്റെല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും റിമൂവ് ചെയ്യപ്പെടുക മാത്രമാണ് ചെയ്യുക. വിച്ച് മീൻസ് the term impeachment in case of the chief election commissioner is wrong. It is not impeachment, it is removal. അപ്പോൾ എങ്ങനെയാണ് പറയാൻ പറ്റുക? റിമൂവൽ മോഷൻ against the chief election commissioner. ഇങ്ങനെ ആയിരിക്കണം വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത്. So that is one important thing. The second important thing is that നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ജ്ഞാനേഷ് കുമാറിനെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും നോട്ടീസ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം നീക്കം ചെയ്യപ്പെടില്ല, അല്ലെങ്കിൽ നീക്കം ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. The reason being is that the opposition does not have enough numbers to vote it in favor of the notice. സോ ദാറ്റ് ഇസ് ദ സെക്കൻഡ് തിങ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഈ രണ്ടാമത്തെ കാര്യം അത്രയ്ക്കേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. നമ്മളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ആദ്യം പരിചയപ്പെടാം. അതിനുശേഷം വി വിൽ ഗെറ്റ് ഇൻ ടു ദ റിമൂവൽ പാർട്ട്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഇസ് ആർട്ടിക്കിൾ നമ്പർ 324 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ നമ്പർ 324ൻ്റെ ടൈറ്റിൽ എന്താണ്? ഇറ്റ് ഇസ് സൂപ്പറിൻറ്റൻഡൻസ് ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇലക്ഷൻസ് ടു ബി വെസ്റ്റഡ് ഇൻ ദി ഇലക്ഷൻ കമ്മീഷൻ. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുകയാണ്, രാജ്യത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ, സേ ഫോർ എക്സാമ്പിൾ ദി പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, the vice presidential election, the Lok Sabha election, the Rajya Sabha election, the state legislative assembly election, the state legislative council election, ഈ ഇലക്ഷൻസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് ആരുടെ നേതൃത്വത്തിലായിരിക്കും? ഇറ്റ് ഇസ് അണ്ടർ ദി സൂപ്പറിൻറ്റൻഡൻസ് ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ തെരഞ്ഞെടുപ്പ് സംബന്ധമായി ഇലക്ടറൽ റോൾസ് പ്രിപ്പയർ ചെയ്യുന്നതും ഈ പറയുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളുടെ സൂപ്പറിൻറ്റൻഡൻസ് ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഈസ് വെസ്റ്റഡ് ഇൻ എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദാറ്റ് ഇസ് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ദിസ് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് യുവർ എക്സാമിനേഷൻ. ഇതേ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ആർട്ടിക്കിൾ 324 രണ്ടാമത്തെ വ്യവസ്ഥ പരാമർശിച്ചിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ കോമ്പോസിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതായത് ഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കോമ്പോസിഷനുമായി ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആർട്ടിക്കിൾ 324 രണ്ടാമത്തെ ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത്, ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടായിരിക്കും. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമാണ് ഉണ്ടായിരിക്കാൻ പാടുള്ളൂ? അല്ല, മറ്റ്
ഇലക്ഷൻ കമ്മീഷണർമാർ വേണമെങ്കിൽ that will be decided by the President of India. The election commission shall consist of the chief election commissioner and such number of other election commissioners as the president may from time to time fix. Which means at present you have an election commission which consists of a chief election commissioner and 2 other election commissioners. ഇതാണ് നിലവിലത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഇനീഷ്യലി ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ മെമ്പർ ബോഡി ആയിരുന്നു. പിന്നീട് 1988 61ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിലൂടെ വോട്ടിംഗ് ഏജ് 21 നിന്ന് 18 കുറയ്ക്കുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ മൾട്ടി മെമ്പർ ബോഡി ആയി മാറുന്നു. വീണ്ടും സിംഗിൾ മെമ്പർ ബോഡി ആവുന്നു, വീണ്ടും മൾട്ടി മെമ്പർ ബോഡി ആവുന്നു. അപ്പോൾ നിലവിലത്തെ സ്ഥിതി മനസ്സിലാക്കുക. ദാറ്റ് ഈസ് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കൺസിസ്റ്റ് ഓഫ് എ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് 2 അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ്. നൗ എങ്ങനെയാണ് ഇവർ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത്? അപ്പോയിൻമെൻറ്റ് നടത്തുന്നത് ആരാണ്? ഇറ്റ് ഈസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പക്ഷെ അപ്പോയിൻമെൻറ്റിനുള്ള പ്രൊസീജിയർ എങ്ങനെയാണ് ഇവരെ തിരഞ്ഞെടുക്കേണ്ടത്? അത് തീരുമാനിക്കാനുള്ള അധികാരം കോൺസ്റ്റിറ്റ്യൂഷൻ നൽകിയിരിക്കുന്നത് ആർക്കാണ്? ടു ദ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ പാർലമെൻറ്റിനോട് പറഞ്ഞിരിക്കുകയാണ്, ദ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ യു ഫ്രെയിം എ ലോ, നിങ്ങളൊരു നിയമം നിർമ്മിക്കുക. ഇലക്ഷൻ കമ്മീഷണർമാരെ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു നിയമം നിർമ്മിക്കേണ്ടത് ആരാണ്? ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ. പക്ഷെ പാർലമെൻറ്റ് അത് കുറേ കാലമായി ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ സാധാരണ എങ്ങനെയാണ് ഈ അപ്പോയിൻമെൻറ്റ് പ്രൊസീജിയർ നടന്നുകൊണ്ടിരുന്നത്? ഈ അപ്പോയിൻമെൻറ്റ് പ്രൊസീജിയർ പാർലമെൻറ്റ് ഒരു നിയമം നിർമ്മിക്കാത്തത് കൊണ്ട് തന്നെ കുറേ കാലമായി നടന്നുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ will prepare a list. Government of India ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു and will forward that list to the President of India. And the President of India will appoint the Chief Election Commissioner and other election commissioners as per this list forwarded by the Government of India. ഇപ്പോൾ Government of India നൽകുന്ന ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും രാഷ്ട്രപതി ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാരെയും നിയമിക്കുക. പക്ഷേ ഇതിലൊരു ബയസ് ഇല്ലേ? അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി പ്രിപ്പയർ ചെയ്യുന്ന ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടിയോട് അനുഭാവമുള്ളവരുടെ പേരായിരിക്കില്ലേ ആ ലിസ്റ്റിൽ? ആ രാഷ്ട്രീയ പാർട്ടിയോട് അനുഭാവമുള്ള ഒരാളെ ഇലക്ഷൻ കമ്മീഷണർമാരായും അല്ലെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായും മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാരായും അപ്പോയിൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായും നമ്മളുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കും എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദിസ് മാറ്റർ വാസ് ടേക്കൺ ഇൻ ടു ദ കോർട്ട്. ആൻഡ് കോടതിയിൽ പ്രധാനമായും ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾ ഇതായിരുന്നു. ഈ അപ്പോയിൻമെൻറ്റ് പ്രൊസീജിയർ ഇങ്ങനെയാണെങ്കിൽ, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്ന അപ്പോയിൻമെൻറ്റ് പ്രൊസീജിയർ, ഈ പ്രൊസീജിയർ ഇങ്ങനെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ that will lead to the violation of article number 14. സോ സ്വാഭാവികമായും നിങ്ങൾക്കൊരു സംശയം തോന്നാം, സർ ആർട്ടിക്കിൾ നമ്പർ 14 എന്ന് പറയുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റിയെ പറ്റിയല്ലേ പരാമർശിക്കുന്നത്? സമത്വത്തിനുള്ള അവകാശത്തെ പറ്റിയല്ലേ പരാമർശിക്കുന്നത്? അതെ, പക്ഷേ അതേ ആർട്ടിക്കിൾ നമ്പർ 14 കോടതി നൽകിയിരിക്കുന്ന മറ്റൊരു വ്യാഖ്യാനമാണ് ആർട്ടിക്കിൾ നമ്പർ 14 ഓൾസോ സ്പീക്സ് അബൌട്ട് ദ റൈറ്റ് എഗെയിൻസ്റ്റ് ആർബിട്രറിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരായുള്ള അവകാശം. അതും ആർട്ടിക്കിൾ നമ്പർ 14 ആണ്. ആർട്ടിക്കിൾ നമ്പർ 14 സമത്വത്തിനുള്ള അവകാശത്തെ പറ്റി മാത്രമല്ല പരാമർശിക്കുന്നത്, ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെയുള്ള അവകാശം കൂടിയാണ്. അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതൃത്വം നൽകുന്ന ഗവൺമെൻറ് രാഷ്ട്രപതിയോട് ഈ പറയുന്ന ആൾക്കാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുമായും അല്ലെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായും അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും അത് ഒരു ബയസ്ഡ് ആയിരിക്കും, അല്ലെ ഏകപക്ഷീയമായിരിക്കും. ഈ ഏകപക്ഷീയമായ തീരുമാനം, ഏകപക്ഷീയതയ്ക്കെതിരായുള്ള അവകാശവും ആർട്ടിക്കിൾ നമ്പർ 14 ആണ്. അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ നമ്പർ 14 will get violated. This was argument number 1. Second is this appointment procedure will violate the free and fair election which is part of the basic structure of the Constitution of India.
അഴിമതിരഹിതമായ, ബയസ്ഡ് അല്ലാത്ത, ഫ്രീ ആൻഡ് ഫെയർ റെഗുലർ ഇലക്ഷൻസ് ആണ് കണ്ടക്ട് ചെയ്യപ്പെടേണ്ടത് അല്ലേ? അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി നേതൃത്വം നൽകുന്ന ഗവൺമെന്റിന്റെ ലിസ്റ്റ് പ്രകാരം രാഷ്ട്രപതി അപ്പോയിന്റ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഇറ്റ് ഇസ് tilted towards one political party, which means the idea of free and fair election getting violated, the basic structure gets destroyed. This particular argument, ഈ രണ്ട് ആർഗ്യുമെന്റ്സ് ആണ് പ്രധാനമായും ഈ കേസിൽ മുന്നോട്ട് വയ്ക്കപ്പെട്ടത്. ആൻഡ് ദ നെയിം ഓഫ് ദ കേസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഇസ് അനൂപ് ബരൻവാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ഓഫ് 2023. സുപ്രീം കോടതി ഈ രണ്ട് ആർഗ്യുമെന്റ്സും പരിഗണനയിലെടുത്തു. സുപ്രീം കോടതി പറഞ്ഞു, ഓക്കെ ഫൈൻ, പാർലമെന്റ് ഒരു നിയമം നിർമ്മിച്ചിട്ടില്ല ഇതുവരെ എന്നുള്ളത് കൊണ്ട് വി ആർ പുട്ടിംഗ് ഫോർവേഡ് എ മെക്കാനിസം. അപ്പോൾ ഇതുവരെ എങ്ങനെയായിരുന്നു അപ്പോയിൻമെന്റ് പ്രൊസീജിയർ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയും മന്ത്രിസഭയും ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് ആർക്ക് സമർപ്പിക്കുന്നു? ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു? ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും അപ്പോയിന്റ് ചെയ്യുന്നു. ഇനി മുതൽ പ്രധാനമന്ത്രിയും മന്ത്രിസഭയും അല്ല ഇത് ചെയ്യേണ്ടത്. It should be substituted with the Prime Minister, the Leader of Opposition, and the Chief Justice of India. So they should prepare the list. പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും കൂടി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് ആർക്ക് ഫോർവേഡ് ചെയ്യണം? ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ദിസ് ഷുഡ് ബി എക്സിക്യൂട്ടഡ്. ഇതായിരുന്നു സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത്. ആൻഡ് സുപ്രീം കോടതി പറഞ്ഞു, ഇൻ കേസ് ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഒഫീഷ്യലി ഇല്ല എങ്കിൽ ഏറ്റവും വലിയ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ ലീഡർ ഓഫ് ഒപ്പോസിഷനായി കണക്കാക്കുക. ഡു ദി പ്രൊസീജിയർ. സോ വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു പരാമർശം നടത്തിയെങ്കിൽ പോലും സുപ്രീം കോടതി പറഞ്ഞു, എന്നാണോ പാർലമെന്റ് ഒരു നിയമം നിർമ്മിക്കുന്നത് അന്ന് വരെ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. പാർലമെന്റ് നിയമം നിർമ്മിക്കുന്നത് എന്നാണോ അന്ന് ഈ മെക്കാനിസം നിങ്ങൾക്ക് റൂൾ ഔട്ട് ചെയ്യാം. ഇത്രയും കാലം പാർലമെന്റിന് നിയമം നിർമ്മിക്കാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷേ സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാർലമെന്റ് വളരെ പെട്ടെന്ന് തന്നെ നിയമം നിർമ്മിച്ചു. കാരണം സുപ്രീം കോടതിയുടെ വിധി പ്രകാരം പ്രധാനമന്ത്രി ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ്. ലീഡർ ഓഫ് ഒപ്പോസിഷൻ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമാണ്. ചീഫ് ജസ്റ്റിസ് എങ്ങോട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കോ ഉള്ള അപ്പർ ഹാൻഡ് നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിയമം നിർമ്മിച്ചു. ആ നിയമത്തിൻ്റെ പേരാണ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് അപ്പോയിൻമെൻറ്റ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആൻഡ് ടേം ഓഫ് ഓഫീസ് ആക്ട് ഓഫ് 2023. അതുപ്രകാരം പ്രധാനമന്ത്രി, ലീഡർ ഓഫ് ഒപ്പോസിഷൻ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന മെക്കാനിസത്തിന് പകരം ഇറ്റ് വാസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് എ സെലക്ഷൻ കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് ദി പ്രൈം മിനിസ്റ്റർ, ദ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആൻഡ് എ യൂണിയൻ മിനിസ്റ്റർ nominated by the prime minister. എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന മറ്റൊരു മന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇവരായിരിക്കും ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ഈ ലിസ്റ്റ് എന്നിട്ട് ഇവർ ആർക്ക് ഫോർവേഡ് ചെയ്യണം? ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ദ പ്രസിഡന്റ് ഷുഡ് അപ്പോയിന്റ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് ദി അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ്. ഫൈൻ. ആൻഡ് ദിസ് കമ്മിറ്റി ഈസ് നോൺ ആസ് ദി സെലക്ഷൻ കമ്മിറ്റി ആസ് പെർ ദി ലോ ഫ്രെയിംഡ് ബൈ ദി പാർലമെന്റ്. പാർലമെന്റ് നിർമ്മിച്ചിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിയിൽ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന മറ്റൊരു മന്ത്രിയുമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ വീണ്ടും പന്ത് ആരുടെ കോർട്ടിൽ വന്നു? വീണ്ടും പന്ത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കോർട്ടിൽ വന്നു അല്ലേ? രണ്ടുപേരെന്തായാലും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന മറ്റൊരു മന്ത്രിയും എന്ന് പറഞ്ഞാൽ വീണ്ടും പന്ത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കോർട്ടിൽ വന്നു. അതുമാത്രമല്ല, ഇങ്ങനെ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇലക്ഷൻ കമ്മീഷണർമാർ വളരെ വിവാദപരമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഇതിന് ശേഷം എടുക്കുകയുണ്ടായി. ഒന്നാമത്തേത്, ചില സ്റ്റേറ്റ്മെൻറ്റുകൾ അവർ പുറത്തിറക്കി. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് സമർപ്പിക്കാനുണ്ടായ ചില കാരണങ്ങൾ. ഒന്ന്, നിങ്ങൾ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ആദ്യം ബീഹാറിൽ നടത്തി, പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടു. ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനിൽ പല രാഷ്ട്രീയ പാർട്ടികളുടെയും വാക്ക് കേൾക്കാതെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഫേവർ ചെയ്യുന്ന തരത്തിൽ
ചില നടപടിക്രമങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായി. റീസൺ നമ്പർ 1. സെക്കൻഡ് റീസൺ, ഇപ്പോൾ ആരോപണ വിധേയനായിട്ടുള്ള അല്ലെങ്കിൽ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മിസ്റ്റർ ഗ്യാനേഷ് കുമാർ, ഇദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവന ഇത്തരത്തിലായിരുന്നു. അതായത് പോളിംഗ് സ്റ്റേഷനിലെ വിഷ്വൽസ് പുറത്തിറക്കാൻ സാധിക്കില്ല, നമ്മളുടെ അമ്മ പെങ്ങന്മാർ വോട്ട് ചെയ്യുന്ന വിഷ്വൽസ് പുറത്തേക്ക് പോകാൻ പാടില്ല. പക്ഷേ ഇതേ ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രപതി യുവരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നമ്മളുടെ വനിതാ MP-മാർ വോട്ട് ചെയ്യുന്ന വിഷ്വൽസ് പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വളരെ ബയസ്ഡ് ആയിട്ടുള്ള പ്രസ്താവനകൾ പുറത്തിറക്കുകയും ബയസ്ഡ് ആയിട്ടുള്ള ചില ആക്ഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും നോട്ടീസ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ബട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് എങ്ങനെയാണ് ഈ റിമൂവൽ പ്രൊസീജിയർ നടക്കുക. ദിസ് ഇസ് സംതിങ് വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ദി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഷാൽ ബി റിമൂവ്ഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണെങ്കിലും മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാരാണെങ്കിലും നീക്കം ചെയ്യപ്പെടുന്നത് രാഷ്ട്രപതിയിലൂടെയാണ്, അല്ലെങ്കിൽ രാഷ്ട്രപതിയാണ് നീക്കം ചെയ്യുന്നത്. പക്ഷേ ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി എക്സാക്ട്ലി ഓൺ ദി ഗ്രൗണ്ട്സ് ആസ് വെൽ as ഓൺ ദി പ്രൊസീജിയർ ഫോളോഡ് ടു റിമൂവ് ദ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട്. സുപ്രീം കോടതി ജഡ്ജിയെ എങ്ങനെയാണോ നീക്കം ചെയ്യുന്നത് അതേ നടപടിക്രമങ്ങളിലൂടെ അതേ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആരെ നീക്കം ചെയ്യാൻ പറ്റുക, ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നീക്കം ചെയ്യാൻ പറ്റുക. അപ്പോൾ മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാരെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാഷ്ട്രപതിക്ക് നൽകുന്ന റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ നീക്കം ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സാധാരണ ഇലക്ഷൻ കമ്മീഷണർമാർ, ചീഫല്ല, സാധാരണ ഇലക്ഷൻ കമ്മീഷണർമാർ, അവരെ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഒരു റെക്കമെൻഡേഷൻ രാഷ്ട്രപതിക്ക് നൽകിയാൽ മതി. പക്ഷേ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ എങ്ങനെയാണ് നീക്കം ചെയ്യാൻ പറ്റുക? ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് റെപ്ലിക്കേറ്റ് ദ പ്രൊസീജിയർ ടു റിമൂവ് ദ ജഡ്ജ് ഓഫ് ദി സുപ്രീം കോർട്ട്. അപ്പോൾ ഈ സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യാൻ സാധിക്കുന്ന ഗ്രൗണ്ട്സ് എന്തൊക്കെയാണ്? ഗ്രൗണ്ട്സ് 2 എണ്ണമാണ്. ഒന്ന്, പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ആൻഡ് ഇൻകപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ പെരുമാറ്റ ദൂഷ്യവും പ്രവർത്തനക്ഷമതയില്ലായ്മയും. പക്ഷേ ഈ 2 കാരണങ്ങളും എന്തെല്ലാമാണ് എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിഫൈൻഡ് അല്ല. അതുമാത്രമല്ല, ഈ ജഡ്ജിമാരെ നീക്കം ചെയ്യേണ്ടുന്ന നടപടിക്രമം, അതായത് സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യേണ്ടുന്ന നടപടിക്രമം പരാമർശിച്ചിരിക്കുന്നത് ഒരു നിയമത്തിലാണ്. ആ നിയമത്തിൻ്റെ പേരെന്താണ്? ഇറ്റ് ഈസ് ദ ജഡ്ജസ് ഇൻക്വയറി ആക്ട് ഓഫ് 1968. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളിപ്പോൾ വിചാരിക്കും, സർ ഈ ജഡ്ജിമാരുടെ കാര്യം എന്തിനാണ് പറയുന്നത്, ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ കാര്യമല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് ചോദ്യം നിങ്ങളുടെ മനസ്സിൽ തോന്നുമെങ്കിൽ ആ ചോദ്യം റൂൾ ഔട്ട് ചെയ്യുക. കാരണം ജഡ്ജിമാരെ എങ്ങനെയാണോ നീക്കം ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ആരെയും നീക്കം ചെയ്യേണ്ടത്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അപ്പോൾ ആ നടപടിക്രമങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ പേരെന്താണ്? ജഡ്ജസ് ഇൻക്വയറി ആക്ട് ഓഫ് 1968. ഈ നിയമത്തിലാണ് എങ്ങനെയാണ്, എവിടെയാണ് ഈ നടപടിക്രമം ആരംഭിക്കേണ്ടത്, എത്ര പേരുടെ പിന്തുണ വേണം, അന്വേഷണം വേണമോ വേണ്ടയോ, എന്ത് ഭൂരിപക്ഷത്തിൽ പാസ്സാക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം പരാമർശിച്ചിരിക്കുന്നത് ഈ നിയമത്തിലാണ്. ഈ നിയമം തന്നെയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും നീക്കം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇത്തരമൊരു റെസല്യൂഷൻ, ഒരു പ്രമേയം ലോക്സഭയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാം, രാജ്യസഭയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാം. അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് എതിരായി ഫോർ എക്സാമ്പിൾ പെരുമാറ്റ ദൂഷ്യം എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ലോക്സഭയിൽ മുന്നോട്ട് വയ്ക്കണമെങ്കിൽ ലോക്സഭയിൽ മുന്നോട്ട് വയ്ക്കാം, രാജ്യസഭയിൽ മുന്നോട്ട് വയ്ക്കണമെങ്കിൽ രാജ്യസഭയിൽ മുന്നോട്ട് വയ്ക്കാം, 2 സഭകളിലും ഒരുമിച്ച് മുന്നോട്ട് വയ്ക്കണമെങ്കിൽ അങ്ങനെയും ആകാം. പക്ഷേ ലോക്സഭയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ 100 മെമ്പേഴ്സിൻ്റെ പിന്തുണ വേണം, രാജ്യസഭയിലാണെങ്കിൽ 50 മെമ്പേഴ്സിൻ്റെ പിന്തുണ വേണം. ദാറ്റ്സ് ഇറ്റ്. സപ്പോസ് ലോക്സഭയിൽ ഇത് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക, ലോക്സഭയിൽ 100 പേരുടെ പിന്തുണയുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ
ഈ പ്രമേയം അംഗീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? സ്പീക്കറാണ്. സോ ദാറ്റ് ഇസ് ദ ഡിസ്ക്രീഷൻ ഓഫ് ദി പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ദ ലോക്സഭ, ദാറ്റ് ഇസ് ദ സ്പീക്കർ. ഇനി രാജ്യസഭയിലാണെങ്കിലോ ദാറ്റ് വിൽ ബി ഡിസൈഡഡ് ബൈ ദി ചെയർമാൻ. ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്പീക്കർ ഈ റെസൊല്യൂഷൻ അഡ്മിറ്റ് ചെയ്താൽ, അത് സ്പീക്കറുടെ ഡിസ്ക്രിഷനാണ്, വേണമെങ്കിൽ മാത്രം അഡ്മിറ്റ് ചെയ്താൽ മതി. സ്പീക്കർക്ക് വേണമെങ്കിൽ വെരിഫൈ ഒക്കെ ചെയ്യാം, ഈ 100 വോട്ട് യഥാർത്ഥത്തിലെ വോട്ടാണോ എന്ന് വെരിഫൈ ചെയ്യുകയൊക്കെ ചെയ്യാം. അതിനുശേഷം സ്പീക്കർ എന്ത് ചെയ്യണം? ഒരു ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റി സെറ്റപ്പ് ചെയ്യണം. ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റി. ഈ ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉണ്ടായിരിക്കേണ്ടത്? ഈ ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റിയിൽ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്, ചീഫ് ജസ്റ്റിസ് ഓഫ് എനി ഹൈക്കോർട്ട് ആൻഡ് ആൻ എമിനൻറ്റ് ജൂറിസ്റ്റ്. അപ്പോൾ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി, അത് ചീഫ് ജസ്റ്റിസും ആകാം, ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, അതായത് ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, അതുകൂടാതെ ഒരു നിയമ വിദഗ്ധൻ, ഇങ്ങനെ 3 പേരടങ്ങുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റി എന്ത് ചെയ്യണം? ഈ പറയുന്ന പാർലമെൻറ്റേറിയൻസ് ആരോപിച്ചിരിക്കുന്ന മിസ്ബിഹേവിയർ ശരിയാണോ അല്ലയോ എന്ന് അന്വേഷിക്കണം. അന്വേഷിച്ച് എന്ത് ചെയ്യണം? അന്വേഷിച്ച് ഈ റിപ്പോർട്ട് ലോക്സഭയിലേക്ക് ഫോർവേഡ് ചെയ്യണം. അതിനുശേഷം പാർലമെൻറ്റിൻ്റെ 2 സഭകളും ഇതേപ്പറ്റി ചർച്ച ചെയ്ത് ഈ ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ശരിയാണ്, ഇദ്ദേഹം മിസ്ബിഹേവിയർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന അഭിപ്രായത്തിലേക്ക് എത്തി വോട്ടിനിട്ട് പാസ്സാക്കിയാൽ ദ പാർലമെൻറ്റ് വിൽ റൈറ്റ് ഇറ്റ് ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ടു റിമൂവ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. പക്ഷേ ഈ ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റി പറയുകയാണില്ല, മിസ്ബിഹേവിയർ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാലോ ദ ഗെയിം ഇസ് ഓവർ. ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റി മിസ്ബിഹേവിയർ ഉണ്ടെന്ന് പറഞ്ഞാലും പാർലമെൻറ്റ് ചർച്ച ചെയ്ത് വോട്ടിനിട്ട് പാസ്സാക്കിയാൽ മാത്രമേ പാർലമെൻറ്റ് രാഷ്ട്രപതിയോട് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നീക്കം ചെയ്യണം എന്ന തരത്തിൽ ഒരു റെക്കമെൻഡേഷൻ നടത്താൻ പറ്റൂ. ആൻഡ് പാർലമെൻറ്റ് അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ നടത്തിക്കഴിഞ്ഞാൽ രാഷ്ട്രപതി നിർബന്ധമായി എന്ത് ചെയ്യണം? ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നീക്കം ചെയ്യണം. ഇൻ ഷോർട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ഐ വിൽ ജസ്റ്റ് സമ്മറൈസ് ഇറ്റ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നീക്കം ചെയ്യേണ്ടുന്ന ഗ്രൗണ്ട് മിസ്ബിഹേവിയർ ആൻഡ് ഇൻകപ്പാസിറ്റി ആണ്. പക്ഷേ ഇതെന്താണ് എന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. എങ്ങനെയായിരിക്കണം നീക്കം ചെയ്യൽ നടപടിക്രമങ്ങൾ എന്ന് പരാമർശിച്ചിരിക്കുന്ന നിയമം ഏതാണ്? ഇറ്റ് ഇസ് ജഡ്ജസ് ഇൻക്വയറി ആക്ട് ഓഫ് 1968. അപ്പോൾ സ്വാഭാവികമായിട്ടും ജഡ്ജിമാരുടെ നീക്കം ചെയ്യലല്ലേ ഇത് പരാമർശിക്കുന്നതെന്ന് ചോദിച്ചാൽ അതേ നടപടിക്രമം തന്നെയാണ് എവിടെയും ബാധകമാവുക, ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ കേസസിലും ബാധകമാവുക. ലോക്സഭയിലോ രാജ്യസഭയിലോ പ്രമേയം ആരംഭിക്കാം. ലോക്സഭയിലാണെങ്കിൽ 100 പേരുടെ പിന്തുണ, രാജ്യസഭയിലാണെങ്കിൽ 50 പേരുടെ പിന്തുണ. സ്പീക്കറോ ചെയർമാനോ ആണ് പിന്നീടുള്ള ഡിസൈഡിംഗ് അതോറിറ്റി. അവർക്ക് അംഗീകരിക്കാം, തിരസ്കരിക്കാം. അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റി ഫോം ചെയ്യണം. ഈ ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റി ആരോപണ വിധേയനായിട്ടുള്ള ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കുറ്റവാളി അല്ല എന്ന് പറഞ്ഞാൽ ദ ഗെയിം ഇസ് ഓവർ. കുറ്റവാളിയാണ് എന്ന് പറഞ്ഞാലോ, കുറ്റവാളിയാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് തിരിച്ച് നൽകിക്കഴിഞ്ഞാൽ വീണ്ടും പാർലമെൻറ്റിൽ അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കും, വോട്ടിംഗ് നടക്കും. വോട്ടിങ്ങിൽ പാസ്സാക്കിയാൽ ദ പാർലമെൻറ്റ് വിൽ ആസ്ക് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ടു റിമൂവ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അപ്പോൾ സ്വാഭാവികമായും ഈ വോട്ടിങ്ങിൽ എന്ത് ഭൂരിപക്ഷമാണ് വേണ്ടത് എന്നുകൂടി അറിഞ്ഞിരിക്കുക. ദാറ്റ് ഇസ് സ്പെഷ്യൽ മെജോറിറ്റി. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ട് അല്ലേ? നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വ്യത്യസ്ത തരത്തിലുള്ള സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ട്. അതിൽ ഏത് സ്പെഷ്യൽ മെജോറിറ്റി ആണ് വേണ്ടത്? ആർട്ടിക്കിൾ 368 പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ ഏത് സ്പെഷ്യൽ മെജോറിറ്റി ആണോ വേണ്ടത്, എക്സാക്ട്ലി ദാറ്റ്. അപ്പോൾ ആ സ്പെഷ്യൽ മെജോറിറ്റിയോടുകൂടി 2 സഭകളും പാസ്സാക്കിയാൽ മാത്രമാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നീക്കം ചെയ്യാൻ സാധിക്കുക, വിച്ച് ഇസ് വെരി ടഫ് ഇൻ ദ പ്രസൻറ്റ് സർക്കംസ്റ്റാൻസസ്. വിച്ച് മീൻസ് Ganesh Kumar will be continuing or may be continuing as the Chief Election Commissioner, even though there is a notice already forwarded by or forwarded in both the houses of the parliament. And ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, സപ്പോസ് 2 സഭകളിലും ഒരുമിച്ച് നോട്ടീസ് സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റി ആരാണ് സെറ്റപ്പ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ചെയർമാനും സ്പീക്കറും ഒരുമിച്ചായിരിക്കണം ഈ ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റി സെറ്റപ്പ് ചെയ്യേണ്ടത്. സോ ദിസ് ഇസ് വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദി പ്രൊസീജിയർ ഓഫ് ദി റിമൂവൽ ഓഫ് ദി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപക്ഷെ മാധ്യമ വാർത്തകളിലൂടെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ടായിരിക്കാം. അത്തരം വിവാദങ്ങളിൽ
അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണോ അത് നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതുകൂടാതെ ക്ലാസ്സസിനെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും അത് കൂടാതെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനമാകുന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ലൈക്സിലൂടെ, ഷെയർസിലൂടെ, നിങ്ങളുടെ കമൻറ്റിലൂടെ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് ആക്ച്വലി ഈ തരം ഇനീഷ്യേറ്റീവ്, അതായത് ഫ്രീ യൂട്യൂബ് ഇനീഷ്യേറ്റീവ്സിനെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായും ഞങ്ങളോടൊപ്പം നിൽക്കും എന്ന പ്രതീക്ഷയിൽ തൽക്കാലം വിട പറയുന്നു. ഗുഡ് ബൈ, ടേക്ക് കെയർ.